ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നാണ് നമ്മളൊരു കിടിലം പോലത്തെ ഒരു മാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു ഡയമണ്ട് ലോബിയിലാണെങ്കിൽ നമ്മൾ പീക്കിൽ തന്നെ വന്ന് ഇറങ്ങി. ഇവിടെയാണെങ്കിൽ എനിമീസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്കാണെങ്കിൽ 4x സ്കോപ്പ് എല്ലാം കിട്ടി. തുടക്കത്തിൽ തന്നെ ഗൈസ് നമുക്ക് ഈ VSS ഈ ഒരു M60 മെഷീൻ ഗണ്ണാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. ഇത് രണ്ടും കിടിലം പോലത്തെ ഗണ്ണായതുകൊണ്ട് തന്നെ ഈ ഒരു മാച്ച് മുഴുവനായിട്ട് ഈ ഒരു ഗണ്ണ് വെച്ച് തന്നെ ഈ ഒരു ഗണ്ണ് മാറ്റാതെ തന്നെ കളിക്കാനാണ് ഗൈസ് നോക്കുന്നത്. ഇതാകുമ്പോൾ ലോങ് റേഞ്ചിലും ഷോർട്ട് റേഞ്ചിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗണ്ണ് തന്നെ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാപ്പിലാണ് നമ്മൾ ആ ഒരു പവർ ഇട്ട് നോക്കുമ്പോഴാണെങ്കിൽ വേറൊരു എനിമിനെയും കാര്യങ്ങളൊക്കെ സ്പോട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഒരു റിവൈവൽ പോയിൻ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു എനിമിനെ അടിക്കാൻ വേണ്ടി പോകാമെന്നാണ് ഗൈസ് വിചാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു റിവൈവൽ പോയിൻ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ കാത്തുനിന്ന് അവസാനം ഇത് കംപ്ലീറ്റ് ആയി. നമ്മളാണെങ്കിൽ ഈ ഒരു കുയിലോട്ട് ചാടിയിട്ട് അത്യാവശ്യം ആമോയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ റഷ് ചെയ്തങ്ങ് പിടിക്കുകയാണ് ഗൈസ്. ആ ഒരു എനിമീൻ്റെ അണ്ണാക്കി പോയി ചാടി ആ ഒരു എനിമിയെ അങ്ങ് അടിച്ചിടണം ഗൈസ്. അതിനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ ഈ ഒരു സൈഡിലൂടെ പോകുമ്പോഴേക്കും ഞാൻ ടോക്കണൊക്കെ കാണുന്നുണ്ട്. അതൊന്നും എടുക്കാൻ നേരില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു എനിമിനെ അടിക്കാൻ നോക്കുമ്പോഴേക്കും ആ ഒരു പാറിൻ്റെ സൈഡിലോട്ട് ആ ഒരു എനിമി പോയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ പെട്ടെന്ന് നോക്കുമ്പോഴാണെങ്കിൽ ചാടി ഒരു എനിമി എയറിൽ നിന്ന് ഇറങ്ങുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇനി അധികം നേരം ഇവിടെ വെച്ച് നിൽക്കാൻ നിന്നില്ല. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടാനുള്ള ചാൻസ് നല്ല രീതിയിൽ കൂടുതലാണ് ഗൈസ്. നമുക്ക് എവിടെയാണ് എനിമിന്ന് കാണുന്നില്ല, അഥവാ എനിമിക്ക് നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അതും നമുക്ക് പ്രശ്നമാണ് ഗൈസ്. നമുക്കാണെങ്കിൽ മൊത്തത്തിലൊരു ഡിസഡ്വാൻറ്റേജ് എന്താ പറയുക, എനിക്ക് തിരിച്ച് മര്യാദക്ക് ഓർമ്മ വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഇവിടെ നിന്നാണ് ഞാൻ എസ്കേപ്പ് ചെയ്യുന്നുണ്ട്. നേരെ എനിമി വരുന്നതാണെങ്കിൽ നമുക്ക് അവിടെ അടിക്കാൻ പറ്റും. ഞാനാണെങ്കിൽ നോക്കുമ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഗൈസ് ഫയർ കേൾക്കുന്ന. ആ ഒരു ഒന്നായിട്ട് ആ ഒരു ബുഷുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ഗൈസ് ഫയർ ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നത്. ഒരുത്തനാണ് ഈ കുതിരപ്പുറത്ത് കയറി വരുന്നുണ്ടായിരുന്നു. അവനെ ചാടി അടിക്കാൻ നോക്കി. അപ്പോഴേക്കും ഞാൻ ഒരു കാര്യം ഓർത്തില്ല ഗൈസ്, കുതിരമ്മ വരുന്ന എനിമിക്കാണെങ്കിൽ നമ്മൾ അടിക്കാൻ പറ്റും. ആ കാര്യം ഓർക്കാതെയാണ് ഗൈസ് ഞാൻ അവനെ അടിക്കാൻ നിന്നത്. എന്നാലും അടിച്ചത് നന്നായി എന്ന് പറയാനേ ഉള്ളൂ. കാരണം നമുക്കാണെങ്കിൽ അവനെ നല്ല രീതിയിൽ ഡാമേജ് കൊടുത്ത് ഒരു കില്ല് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞ് അവനാണെങ്കിൽ നമ്മൾ അടിച്ചിടാനും കഴിഞ്ഞില്ല. കുതിരമ്മലായതുകൊണ്ടായിരിക്കും ഗൈസ് അവനാണെങ്കിൽ നല്ല രീതിയിലൊരു എയിമും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ട് നമ്മൾ നൈസിലങ്ങ് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിലാണെങ്കിൽ ആദ്യത്തെ കില്ല് തന്നെ ഈ ഒരു പീക്കിൽ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് നമ്മൾ വീണ്ടും ലൂട്ട് തപ്പുന്നതാണ് ഗൈസ്. ലൂട്ട് തപ്പിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം നമ്മളെന്താണ് ഈ ഒരു മാച്ചിൽ വുഡ് പെക്കറൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാനതൊന്നും എടുക്കാൻ നിൽക്കുന്നില്ല. ഞാൻ നൈസിലി ഈ ഒരു പീക്കിൽ എങ്ങനെയൊന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. കാരണം ഇവിടെ ആണെങ്കിൽ അധികം എനിമീസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വെറുതെ ഇവിടെ നിന്നിട്ട് സമയം കളയാണ് ഗൈസ്. അങ്ങനെ അത് പറഞ്ഞ് നോക്കുമ്പോഴേക്കും വേറൊരു എനിമിനെ കണ്ട് അവനെ അടിച്ചിടാൻ നോക്കുമ്പോഴേക്കും അവൻ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് നൈസിലൊന്ന് സൈലൻ്റ് ആവാൻ നോക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളൊന്ന് ആ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് അടിക്കാൻ നോക്കുമ്പോഴേക്കും നമ്മൾ ഇരുന്നിട്ട് അടിക്കുകയാണ് ഗൈസ്. അപ്പോഴാണെങ്കിൽ ആക്യുറസി കൂടും, പെട്ടെന്ന് തന്നെ അടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. ഈ ഒരു M60 എന്ന് പറഞ്ഞിട്ട് വേറെ ലെവലായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതുകൊണ്ട് അടിക്കുമ്പോൾ നമ്മൾ ഇരുന്നിട്ട് അടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ആക്യുറസി കൂടിയിട്ട് ആ ഒരു ഗ്ലൂ വാൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചിടാനും പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലൂട്ടാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന ഈ ഒരു സാധനം എടുത്ത് നമ്മളാണെങ്കിൽ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ ഫുള്ളാക്കിയതിന് ശേഷം നമുക്ക് സൂപ്പർ മെഡിക്കറ്റ് ഒരു 3 സൂപ്പർ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. നമ്മൾ ഇവിടുന്ന് നൈസിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എന്താ പറയുക, നമുക്കാണെങ്കിൽ ഇവിടെ ഈ ഒരു ക്യാരക്ടർ സ്കില്ല് നമ്മൾ ഇട്ടിട്ട് നമുക്ക് എന്താ പറയുക എനിമീസിനും കാര്യങ്ങളൊന്നും കാണുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനാണെങ്കിൽ ഈ സ്ഥലം വിട്ട് ഇവിടുന്ന് പോകാമെന്ന് ഉദ്ദേശിച്ച്. പക്ഷേ എന്താ പറയുക, അവിടെ നിന്നാണെങ്കിൽ സോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് ഇനിയിപ്പോൾ ഇവിടെ തന്നെ കളിച്ച് നിൽക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്കാണെങ്കിൽ ഗ്ലൈഡർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടുന്ന് പറന്നിട്ട് അപ്പുറത്ത് പോയി ഇറങ്ങാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കില്ല് അവിടെ നിന്ന് കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോഴേക്കും ഗൈസ് നമ്മളെ ഫോണിലാണെങ്കിൽ ഒടുക്കത്തെ ലാഗ് കാരണം ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഈ ഒരു L-ഷേപ്പിന് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ഇവിടെ ആണെങ്കിൽ ടോക്കണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഗൈസ് ഒരു എനിമി ആണെങ്കിൽ നമ്മളെ ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എനിമിനെ എങ്ങനെയൊക്കെ അടിച്ചിടണം. അതിന് മുന്നേ ആ എനിമി നമ്മൾ അടിച്ചിട്ടല്ല അത് പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ അവനായിരിക്കും അതിൻ്റെ ആ ഒരു ടോക്കണും കാര്യങ്ങളും കിട്ടുന്നത്. അവനെ നമ്മളെ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് എനിമിനെ നമ്മൾ തന്നെ അടിച്ചിട്ടുണ്ട്. അതിന് വേണ്ടി ഞാൻ ഗ്ലൈഡറിൽ പറന്ന് പോയിട്ട് അവിടെ ഇറങ്ങുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ കുറേ നേരം നമുക്ക് പറന്ന് കളിക്കാനും പറ്റില്ല. കുറേ നേരം പറന്ന് കളിച്ചാലും പ്രശ്നമാണ് ഗൈസ്. ആ ഒരു എനിമി നമ്മളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഗൈസ്. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ എൻ്റെ ഒരു എയിമിൽ ആ ഒരു എനിമിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിച്ചിടാനായിട്ട് പറ്റുന്നില്ല. കുറച്ചും കൂടി എടുത്തോട്ട് വന്ന് നിന്നാൽ എനിക്ക് ആ എനിമിനെ നല്ല രീതിയിൽ കാണാമെന്ന് പറഞ്ഞ് അടിച്ചിട്ടപ്പോഴേക്കും ആ ഒരു എനിമി പെട്ടെന്ന് തന്നെ ഫിനിഷായി. ആ ഒരു ഹിറ്റ് ലിസ്റ്റിനെ ഞാൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വിചാരിക്കുന്നുണ്ടാവും ഏതാടെ ഞാൻ ഹിറ്റ് ലിസ്റ്റ് ഇട്ട എനിമി അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പിന്നെ ഞാൻ ഈ ഒരു വീടിൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്തെ ജില്ലയിൽ പോയി ഇറങ്ങാനാണ് പരിപാടി. കാരണം നമ്മുടെ അടുത്താണെങ്കിൽ ഗ്ലൈഡർ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ടറീൻ്റെ ഭാഗത്തോട്ട് പോകാനാണ് ഗൈസ് എൻ്റെ ഒരു പ്ലാൻ.
അങ്ങനെ ഫാക്ടറീൻ്റെ ടോപ്പിൽ എന്തായാലും ഇറങ്ങാൻ പറ്റൂല എന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഗ്ലൈഡർ പോലെയല്ല ഗൈസ്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഫാക്ടറീൻ്റെ മുകളിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതോടെ തന്നെ ഞാൻ ഈ ഒരു വീടിൻ്റെ അടുത്തോട്ട് പോവുകയാണ് ഗൈസ്. ഈ ഒരു വീടിൻ്റെ മുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ എനിമീസിനും ലോങ്ങിൽ നിന്ന് കാണുന്ന എല്ലാ എനിമീസിനും കടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും ഇവിടെയാണെങ്കിൽ ഫയർ ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ നമ്മളെ ഈ ഒരു ക്യാരക്ടർ സ്കില്ലൊക്കെ വെച്ച് നോക്കാൻ നേരമായിരുന്നു ഒരു എനിമിനെ കാണുന്നുണ്ടായിരുന്നു. അവനെ അടിച്ചിടാൻ നോക്കിയപ്പോഴേക്കും അവൻ പെട്ടെന്ന് കാണാതായി. പവർ ഇട്ട് നോക്കിയിട്ടാണെങ്കിൽ നമ്മുടെ അടുത്താണെങ്കിൽ കുറച്ച് എനിമീസ് ഉണ്ട്, പക്ഷേ ഈ വീടിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് അടിച്ചിടാനും കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഈ ഒരു ഗണ്ണും കാര്യങ്ങളൊക്കെ റീലോഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ അടുത്തങ്ങ് ചാടുവാണ്. അപ്പോഴേക്കും നമ്മൾ നല്ല രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടി. അതായത് നമ്മളെ HP നല്ല രീതിയിൽ കുറഞ്ഞു. വേറൊരു എനിമിയെ സ്പോട്ട് ചെയ്തു. അവനാണെങ്കിൽ സോണ് കയറാനുള്ള ഒരു പരിശ്രമത്തിലാണ്. നമ്മളാണെങ്കിൽ അവനെ അടിച്ചിടാൻ നോക്കിയപ്പോഴും സ്കോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് സൂം ഔട്ട് ആക്കാനൊന്നും പറ്റിയില്ല. നല്ല രീതിയിൽ അടിയും കാര്യങ്ങളൊക്കെ കിട്ടി. പെട്ടെന്ന് തന്നെ എന്തോ ഭാഗ്യത്തിന് ഗ്ലൂ വാൾ വന്നു. നമ്മളങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ് ഗൈസ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നൈസിൽ സോണ് കയറാനുള്ള പരിപാടിയാണ്. സോണ് കയറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നാണെങ്കിൽ രക്ഷപ്പെടാനും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. ആ ഒരു എനിമിനെ വീണ്ടും അടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മളാണെങ്കിൽ ഇവിടുന്ന് വെസ്റ്റും കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ നോക്കുമ്പോൾ ആ ഒരു സിപ്പ് ലൈൻ വഴി നമുക്ക് കയറാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ സ്പീഡ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു സാധനമൊക്കെ അടിച്ച് കയറ്റിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ കയറി ഈ ഒരു പീക്കിലോട്ട് വെച്ച് പിടിക്കുകയാണ്. എന്നാലും നമുക്ക് അത്യാവശ്യം ടൈം എടുക്കും ഗൈസ് അവിടെ എത്താൻ വേണ്ടി. നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മാപ്പിൽ നോക്കുമ്പോഴേക്കും സോണ് അപ്പുറം എത്തിയിട്ടുണ്ട്. നമ്മളെ കില്ല് ഇപ്പോഴും 3 കില്ലേ ആയിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു മാച്ചിലാണെങ്കിൽ ഒരു 5-6 കില്ലെങ്കിലും എങ്ങനെയും ഒപ്പിച്ചേ പറ്റൂ. 2 കില്ലും കൂടെ എടുക്കാതെ നമ്മൾ ഈ ഒരു മാച്ച് അവസാനിപ്പിക്കില്ല. ബൂയ അടിക്കണം എന്ന് തന്നെയാണ് ഗൈസ് ലക്ഷ്യം, പക്ഷേ അത് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള രീതിയിലാണ്. ഞാൻ ഈ ഒരു എനിമിനെ അടിച്ചിടാൻ നോക്കി, കുറച്ച് ഡാമേജിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഗ്രനേഡൊക്കെ വന്ന് വീണു. അവൻ അടിച്ചുകൊണ്ടിരുന്ന എനിക്ക് മനസ്സിലായി ഗൈസ്, നമ്മളിവിടെ എത്തി എന്നുള്ള കാര്യം മനസ്സിലായി. അവൻ വീണ്ടും ഗ്രനേഡ് എന്നുണ്ടായാലും പെട്ടെന്ന് ഗ്ലൂ ആഡ് വന്നപ്പോഴേക്കും നമ്മൾ തട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു എനിമിനെ അടിച്ചിടാൻ നിൽക്കുന്നില്ല, നമ്മൾ പെട്ടെന്ന് സോണ് കയറാൻ നോക്കുകയാണ്. കാരണം അവൻ എന്തായാലും ആ സോണ് പോയി ചാവുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ ഇതിലുള്ളൊരു നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് വീണ്ടും ആ വാക്ക് എനിക്ക് കിട്ടുന്നില്ല. നമുക്ക് ഇവിടെ ഇറങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അറിയാലോ, ലാസ്റ്റ് സോണ് ഏകദേശം അടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുമ്പോൾ ചാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാവണം, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്. നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകത്തില്ല. ആ എനിമീസിനെ നമ്മൾ അടിക്കാൻ എളുപ്പമാവുന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകില്ല. അപ്പോഴേക്കും ഞാൻ ലോങ്ങിലൊരു എനിമിനെ കണ്ട അവനെ അടിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അടിക്കാൻ നോക്കിയപ്പോഴേക്കും ലോങ്ങിൽ നിന്നാണെങ്കിൽ നമ്മുടെ അടുത്ത് ലോങ് റേഞ്ച് കണ്ണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അടിയിലോട്ട് ഇറങ്ങുകയാണ്. കാരണം ഞാൻ അവിടെ ഒരു കുതിരേനെ കാണുന്നുണ്ട്. ആ കുതിരേനെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് തോന്നി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ കുതിരേൻ്റെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യമില്ലാതെ ടോക്കണും കാര്യങ്ങളൊക്കെ വാരി കൂട്ടുന്നുണ്ട്. കാര്യം അതിൻ്റെ അടുത്താണ് നമുക്കൊരു പരാഫൽ ഉണ്ടായിരുന്നു, അതെടുക്കാനും കൂടി വേണ്ടിയാണ്. അങ്ങനെ കുതിരേൻ്റെ മുകളിൽ കയറി. ഇനിയിപ്പോൾ കുതിരേൻ്റെ മുകളിൽ കയറിയത് വെറുതെ ആവും തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം കുതിരേൻ്റെ മുകളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്ക് ഇവിടുന്ന് തൽക്കാലത്തിനൊന്ന് എസ്കേപ്പ് ആകാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ കുഞ്ഞിൻ്റെ മുകളിൽ കയറാമെന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കും വേറൊരു എനിമിനെ സ്പോട്ട് ചെയ്ത് അവനെ അടിച്ചിടാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവൻ പെട്ടെന്ന് ചത്തു. അവിടെ ഞാൻ പെട്ടുപോയി. കാരണം ഈ ഒരു എനിമിക്ക് ഇപ്പോൾ എന്നെ അടിക്കാൻ എളുപ്പമായി ഗൈസ്. അങ്ങനെ അവൻ നമ്മളങ്ങ് അടിച്ചങ്ങ് ഇട്ടു. ഇനിയിപ്പോൾ കുറച്ചും കൂടി ദൂരെ പോയി ഇറങ്ങണം ഗൈസ്. ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇറങ്ങിയിട്ട് നൈസിൽ ലൂട്ട് സെറ്റാക്കിയിട്ട് അടിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ കറൻലി 7 അലയും 4 കില്ലും മാത്രമാണ് ഉള്ളത്. 7 അലയും ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ മാപ്പിനകത്ത് ബാക്കിയുള്ള എല്ലാ എനിമീസും എവിടെയെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ആളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇറങ്ങിയിട്ട് അത്യാവശ്യം ലൂട്ട് സെറ്റാക്കിയതിൻ്റെ ശേഷം എന്താ ചെയ്യുക, അടിക്കാൻ വേണ്ടി പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴേക്കും വേറൊരു എനിമി നമ്മുടെ അടുത്ത് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ക്യാരക്ടർ സ്കില്ലൊക്കെ ഇട്ട് നോക്കുമ്പോഴേക്കും അവനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു എനിമി ഈ ഒരു ഭാഗത്തു കൂടെ വരാനാണ് ഗൈസ് ചാൻസ്. അവനെ അടിച്ചിടാൻ നോക്കിയപ്പോഴേക്കും അവനും ഗ്ലൂ വാൾ ഇട്ടു. ഞാൻ പെട്ടെന്ന് തന്നെ ഇൻഹേലർ യൂസ് ചെയ്തിട്ട് എന്താ പറയുക, ആ ഒരു എനിമിനെ അടിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ് ഗൈസ്. ടോട്ടലി ഇപ്പോൾ 5 കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അവൻ്റെ അടുത്തുള്ള മെഡിക്കറ്റും കൂടി ഞാനങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നൈസിലി ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് നിൽക്കാനാണ് നോക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അവിടെയാണ് ഇനി 4 അലൈവിനാണ് ഗൈസ് ഉള്ളത്. നമുക്ക് 4 അലൈവിനേക്കാട് കൊടുത്തിട്ട് കില്ലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ച് മിക്കവാറും ബൂയി അടിക്കാന്നൊക്കെ രീതിയിൽ ഞാനങ്ങ് ഈ എൽ ഷേപ്പിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഒക്കെ അങ്ങ് വന്ന് നോക്കുന്നതാണ് ഗൈസ്. വലിയ എനിമിനെയും കണ്ടു കഴിഞ്ഞാൽ പരാഫലല്ലേ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാണ് ഗൈസ് ഞാൻ നോക്കിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണെങ്കിൽ ഡ്രോപ്പിൻ്റെ അങ്ങോട്ട് പോകുന്നതാണ് ഡേഞ്ചറാണ് ഗൈസ്. ആ ഡ്രോപ്പിൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ല, വെറുതെ പോയി
ചാവണ്ടല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ നിന്ന് ടോക്കണും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ നോക്കുമ്പോഴാണ് ഇവിടെ ഈ ഒരു സ്നൈപ്പർ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് എടുക്കാൻ നിന്നില്ല. ഞാൻ അപ്പുറത്തെ ഈ ഒരു എന്താ പറയുക ഡ്രോപ്പിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. കഴിഞ്ഞ കളിയിൽ ചത്ത പോലെ ചാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഡ്രോപ്പിൻ്റെ അടുത്ത് ഒരു ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ എനിക്കിപ്പോൾ ഈ ഡ്രോപ്പിൽ നിന്ന് ആണെങ്കിൽ തോംസൺ എക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മരമാണെങ്കിൽ മൈൻക്രാഫ്റ്റിൽ കാണുന്ന പോലെ ചതുരത്തിലാണ് ഇരിക്കുന്നത്. അത് വേറെ ഒന്നുകൊണ്ടല്ല ഗൈസ്, നമ്മൾ സ്മൂത്തിൽ കെട്ടിട്ടാണ് കളിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഫോണിൽ ലാഗാണ്. സ്റ്റക്ക് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ കളിക്കുന്ന ഫോൺ ഏതാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോക്കകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴേക്കും ഗൈസ് അവിടെ ഗ്ലൂ വാൾ കണ്ട് ഞാൻ ക്യാരക്ടർ സ്കില്ലിട്ട് നോക്കുമ്പോഴാണ് ഈ എനിമി അവിടെയാണെങ്കിൽ കാര്യം എനിക്ക് ഉറപ്പായി. ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഗ്ലൂ വാൾ പൊട്ടിച്ചപ്പോഴേക്കും അവിടെ ആണെങ്കിൽ ആ എനിമി വീണ്ടും ഗ്ലൂ വാൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അടുത്താണെങ്കിൽ മോൺസ്റ്റർ ട്രക്ക് ഉണ്ടായിരുന്നു. മോൺസ്റ്റർ ട്രക്ക് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. അപ്പോഴേക്കും ആ എനിമി ഇങ്ങോട്ട് റഷ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ മാറിക്കൊടുത്തു. ഡ്രോപ്പിൻ്റെ സൈഡിൽ നിന്ന് അവൻ അടിച്ചിടാൻ നോക്കിയപ്പോഴേക്കും അവൻ നല്ല രീതിയിൽ അടിച്ച് ഹെഡ് ഷോട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ പെട്ടെന്ന് അടിച്ചിട്ട് അവൻ ബൂയ കരസ്ഥമാക്കി. നമുക്കാണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലസും നല്ല കില്ലും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ അടുത്ത റാങ്കിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ഗൈസ്.